ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കൊച്ചിയിലെ മച്ചുനനി കച്ചുമുറുക്ക് തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക് ഒത്തടിക്കും നാളുകളെ കൊട്ടിയടക്ക് പട്ടണവും ജീവിതവും കഴുകി വിനുക്ക് താളത്തിൽ പകഞ്ഞു പൊങ്ങാം പകഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം പറക്കുടി ലോകത്തെ വിലക്കെടുക്കാം അങ്ങനെ ഈ ലോകം മുഴുവൻ കൊണ്ടാടുന്ന പുതുവത്സരം ഞങ്ങളും ആഘോഷിച്ചു. ഞങ്ങൾ കുറച്ച് അയൽവാസികൾ 2024 ഡിസംബർ മാസം 31-ാം തീയതി അർദ്ധരാത്രി 11:59 മെഴുകുതിരിയെല്ലാം കത്തിച്ച് പുതിയ വർഷത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഒന്നും ഓർമ്മയില്ല. മത്താപ്പൂവും മുണ്ടും കമ്പിത്തിരി മൊത്തത്തിൽ ചുറ്റും ഭയങ്കര പുകമയായിരുന്നു. എല്ലാവരും കൂടിച്ചേരുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. 2024 ഉണ്ടായിരുന്ന പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു തീർക്കാനും 2025 പുതിയ തീരുമാനങ്ങൾ എടുക്കാനെല്ലാം ഈ ഒത്തുചേരൽ വളരെ ഉപകാരമായിരുന്നു. എല്ലാറ്റിനുപരി 2024 ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും 2025 പ്രാർത്ഥനയോടെ കടക്കുവാനും ഈ ഒരു ഒത്തുചേരൽ വളരെ സഹായകമായി. സത്യത്തിൽ ഈ ഒത്തുചേരലുകളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ വിരളമായി കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേണമെന്ന്, എന്നാലല്ലേ ജീവിതത്തിലൊരു സന്തോഷമുള്ളൂ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അടിച്ച് പൊളിച്ച് എല്ലാ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് സന്തോഷത്തിലാട്ടോ ഇവിടെ നിന്ന് പിരിഞ്ഞ്. ശരിക്കും അടിപൊളിയായിരുന്നു. ഈ പുതുവത്സരം മറക്കാൻ പറ്റാത്തതായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. അത്ര നല്ല തുടക്കാന്നേ. പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒത്തുചേരാനും മറ്റൊരാളെ സഹായിക്കാനെല്ലാം ഈ വർഷം നമുക്ക് ഉപയോഗിക്കാം. നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒന്നും ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ലെന്നേ. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അപ്പോൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്നതല്ലേ നല്ലത്. ഈ പുതുവർഷത്തിലേക്ക് നമുക്ക് നല്ല ചിന്തകളോടെ ഒരുമിച്ച് കാലെടുത്ത് വയ്ക്കാം.